ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോറൻമാ ബസേലിയസ് കാർഡിനൽ ക്ലിമീസ് കാതോലിക്കോസ് ബാവ തിരുമേനി, ഇടവക വികാരി പ്രസാദ് പുന്നച്ചനച്ഛൻ, അധ്യക്ഷവേദിയിലും അല്ലാതെയും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠ, ഇടവക ഭാരവാഹികൾ, സ്നേഹിത എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഗോൾഡൻ ജൂബിലിയുടെ വാലിഡിക്ടറി ഫംഗ്ഷനായിട്ട് ഇന്ന് കൂടി വരുവാൻ്റെ കാരണം പേരുക്കട എബനേസർ മാർത്തമ്മ ഇടവകയും ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ ഇടയാക്കിയതിൽ നിങ്ങളോട് ചേർന്ന് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഇടവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആമുഖ വാക്കുകളിൽ വികാരിയച്ഛൻ പറയുകയുണ്ടായി. ഒരു ഇടവക എന്ന് പറയുന്നത് ദൈവജനം, ദൈവവുമായിട്ട് സംസർഗം അനുഭവിക്കുന്നതായിട്ടുള്ള ജനം, അന്യോന്യമുള്ള സന്തോഷവും കൂട്ടായ്മയും ജീവിതത്തിൻ്റെ ഭാഗഭാക്കാക്കി തീർത്തിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ജനം, ദൈവം വിളിച്ച് വേർതിരിച്ച് നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ തന്നെ അഖിലാണ്ടത്തിൻ്റെ ഇടയനായുള്ള ദൈവത്തിൻ്റെ എല്ലാ മക്കളെയും ഒന്നിച്ചു നിർത്തി ദൈവരാജ്യത്തിലേക്ക് വഴി നടത്തുവാൻ തക്കവണ്ണം ഈ ലോകത്തിൽ ആക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള അഭിഷിക്തരായിട്ടുള്ള ജനം, ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നതായുള്ള എല്ലാവരുടെയും പേരിൽ വികാരിയച്ഛൻ പറഞ്ഞതായുള്ള സ്വാഗത വാക്കുകൾക്ക്, നല്ല വാക്കുകൾക്ക് എല്ലാം എൻ്റെ നന്ദി ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഞാൻ കാണുന്ന അവസരത്തിൽ ഇത് അനന്തപുരിയിലെ ഒരു പരിച്ഛേദമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിക്കവാറും എല്ലാ ഇടവകളിൽ നിന്നും ഈ ഇടവകളിൽ തന്നെ ശുശ്രൂഷിച്ചതായിട്ടുള്ള വികാരി അച്ഛന്മാരും സഹവികാരിമാരും എല്ലാം സന്നിഹിതരായിരിക്കുന്നതായുള്ളൊരു വേള, കാലാതീതമായി അതേ അവസരത്തിൽ തന്നെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നതായിട്ടുള്ള ഒരു രംഗമായിട്ട് ഇന്ന് ഇടവക തീർന്നിരിക്കുകയാണ്. അതാണ് ഒരു ഇടവകയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതായുള്ള കാര്യവും. അപ്രകാരം തുടരുവാൻ്റെ കോണം ഇടയായിട്ട് തീരട്ടെ എന്നത് ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വികാരിയച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി, നിങ്ങൾക്ക് 50 വയസ്സ് പൂർത്തിയായ അവസരമാണ്, അതുകൊണ്ട് മച്യൂറായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് എന്നതൊക്കെ. ആ മച്യൂരിറ്റിയാണ് ഇനി ഉള്ള വർഷങ്ങളിൽ ജീവിതത്തിലൂടെ, ജീവിതചര്യകളിലൂടെ ലോകം ദർശിപ്പാൻ്റെ കോണം ഇടയായിട്ട് തീരേണ്ടത്. അതിന് സാധ്യമായി തീരട്ടെ. ആ രംഗത്തേക്ക് വളരുവാൻ്റെ കോണം ദൈവം ഈ ഇടവയെടുത്ത് ഉപയോഗിക്കട്ടെ എന്നത് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കീനോട്ട് അഡ്രസ്സ് നമുക്ക് നൽകുന്നത് മോറൻമാ ബസേലിയസ് കാർഡിനൽ ക്ലിമീസ് കാതോലിക്കോസ് ബാവ തിരുമേനിയാണ്. തിരുമേനി സന്നിധനായിരിക്കുന്നു എന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. കീനോട്ട് അഡ്രസ്സ് തിരുമേനി തരുന്നു എന്നതിലും എനിക്കേറെ സന്തോഷമുണ്ട്. നമ്മളുടെ ഭദ്രാസന എപ്പിസ്കോപ്പാവ് കൂടി ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാം തികയുമായിരുന്നു എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു പോകുന്നു. തിരുമേനി ഇതിൻ്റെ ഉദ്ഘാടനത്തിനുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അവസരത്തിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകേണ്ട ആവശ്യകതയുള്ളത് കൊണ്ട് തിരുമേനി ഇവിടെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നതും ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ തിരുമേനിയുടെ പ്രാർത്ഥനയിൽ ഈ ഇടവകയെ പ്രത്യേകമായിട്ട് തിരുമേനി ഓർക്കുന്നതായിട്ടൊരു അവസരം കൂടിയാണ് ഇത് എന്നത് ഓർക്കുമ്പോൾ തിരുമേനിയുടെ അസാന്നിധ്യത്തിലും തിരുമേനി ഇവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുക ചെയ്യുന്നത്. തലസ്ഥാന നഗരിയിലെ ഒരു പ്രധാനപ്പെട്ട ഇടവക എന്നുള്ള നിലയിൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടുകൾ നിലനിൽക്കുവാൻ്റെ കോണം ദൈവം സഹായിച്ച ദൈവകൃപയെ ഓർത്ത് സ്തോത്രം അർപ്പിക്കുന്നതായിട്ടുള്ള വേളയാണ്. ദൈവത്തെ സ്തുതിക്കുന്നതിനും വർത്തമാനകാലത്തിൽ ദൈവം നമ്മളിനെ പ്രതീക്ഷിക്കുന്നത് എന്ത് എന്നത് മനസ്സിലാക്കുന്നതിനും ഭാവിയിലേക്ക് നോക്കിക്കൊണ്ട് ക്രിയാത്മകമായ ചുവടുവയ്പ്പുകൾ നടത്തുന്നതിനും ദൈവം വിളിച്ചിരിക്കുന്നതായുള്ളൊരവസരമായിട്ട് ഞാനിതിനെ കാണുകയത്രേ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1975 18 കുടുംബങ്ങളായി ഒരു ചെറിയ പ്രാർത്ഥനക്കൂട്ടമായി ആരംഭിച്ചതായിട്ടുള്ള ഈ ഒരു വിശ്വാസ സമൂഹം ഇന്ന് 514 കുടുംബങ്ങളായി
2000-ലധികം വിശ്വാസികളുടെ ഒരു സജീവ ഇടവകയായിട്ട് ഇതിനോടകം വളർന്നു കഴിഞ്ഞു എന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ആദ്യമുണ്ടായിരുന്നതായിട്ടുള്ള ദേവാലയത്തിൽ നിന്ന് ഇങ്ങനെയൊരു ദേവാലയം ഇവിടെ ഉണ്ടാകുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടതായിട്ടുള്ള അവസരത്തിൽ വളരെ വലിയ ദർശനത്തോടുകൂടി വരും കാലങ്ങളിൽ എല്ലാവരെയും ഒന്നിച്ച് നിർത്തുവാൻ കഴിയുന്നതായിട്ട് ദേവാലയം ഉണ്ടാക്കണമെന്നുള്ള ചിന്തയോടുകൂടി ഇതിൻ്റെ ദേവാലയ നിർമ്മാണത്തിൽ ഏർപ്പെട്ടതായിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ അവസരം ശ്ലാഘിക്കുകയാണ്. അത് നമുക്കൊരു മുൻകൂർ ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ളൊരു അടയാളവും കൂടിയാണ്. ഏത് കാലഘട്ടത്തിലും ജീവിക്കുന്നതായുള്ള വിശ്വാസ സമൂഹം ആ കാലഘട്ടത്തിൽ മാത്രമല്ല ഭാവിയിലേക്ക് നോക്കുന്ന ഒരു സമൂഹമായി, ഭാവിയിൽ എന്തായിരിക്കണം എന്ന് മനസ്സിലാക്കി അതിലേക്കുള്ള ചുവടുകൾ വയ്ക്കുന്ന ഒരു സമൂഹമായി തീരുവാൻ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്നത് ദൈവസന്നിധിയിൽ ശമൂവേൽ പ്രവാചകനോടൊപ്പം നമുക്കും ഇപ്പോൾ പറയുന്നതിനായിട്ട് ഇടയാകട്ടെ. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുടെ ഒരു വർഷം നീണ്ടുനിന്ന ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് പരിസമാപ്തി കുറിക്കുകയാണ്. നേതൃത്വം നൽകിയ ഇടവകാരിമാർ, ഇടവ ചുമതലക്കാർ, ജൂബിലി കൺവീനർ, കൈസൻ സമിതി അംഗങ്ങൾ, ഗോൾഡൻ ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ, വിവിധ സബ് കമ്മിറ്റികൾ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയവർ, ഇടവാംഗങ്ങൾ എല്ലാവരെയും ഈ അവസരം മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പേരിൽ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എബൈഡിങ് ഇൻ ക്രൈസ്റ്റ്, ആങ്കേർഡ് ഇൻ ഫെയ്ത്ത്, ക്രിസ്തുവിൽ വസിക്കുക, വിശ്വാസത്തിൽ നങ്കൂരമിടുക എന്നതായിരുന്നു ഇടവയുടെ ജൂബിലി ചിന്താവിഷയം. ഈ വിഷയം ഇടവയുടെ ആത്മീയ വളർച്ചയുടെ അകകാമ്പിനെ വളരെ മനോഹരമായിട്ട് അനാവരണം ചെയ്യുന്നു. ഇതിലൂടെ ദൈവ മനുഷ്യ ബന്ധത്തെയും വിശ്വാസ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട കെട്ടുറപ്പിനെയും പ്രകടമാക്കുന്നു. ഏതൊരു വിശ്വാസ സമൂഹവും ക്രിസ്തുവുമായി ഐക്യപ്പെടുകയും ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും വിശ്വാസത്തിൽ നങ്കൂരമിട്ട് നിലനിൽക്കുകയും വേണം എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഏതാനും ചിന്തകൾ തുറന്നുള്ള നിമിഷങ്ങളിൽ നിങ്ങളുമായി പങ്കിടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ക്രിസ്തുവിൽ വിശ്വസിക്കുക, ക്രിസ്തുവിൽ വസിക്കുക ഒരു വിശ്വാസിയുടെ സ്വത്വത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഘടകമാണ്. എബൈഡിങ് ഇൻ ക്രൈസ്റ്റ്, ദ ഫൗണ്ടേഷൻ ഓഫ് എ ബിലീവേഴ്സ് ഐഡൻറ്റിറ്റി. യേശു ഇപ്രകാരം നമ്മോട് പറയുകയുണ്ടായി, ഞാൻ നിങ്ങൾ വസിക്കുന്ന പോലെ നിങ്ങൾ എന്നിലും വസിക്കുക. ക്രിസ്തുവിൽ വസിക്കുക എന്നത് ക്രിസ്തുവുമായി നാം നിലനിർത്തേണ്ട ചൈതന്യവത്തും ചലനാത്മകവുമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് കേവലം നൈമിഷികമായിട്ടുള്ള ഒരനുഭവമല്ല, മറിച്ച് നിത്യവും നിരന്തരവുമായ ഒരു കൂട്ടായ്മ ബന്ധമാണ്. ഒരു സ്ഥായിയായ ജീവിതക്രമത്തെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. മുന്തിരിവള്ളി അതിൻ്റെ ശാഖകൾക്ക് ജീവൻ പകരുന്ന പോലെ ക്രിസ്തുവിൽ അടിസ്ഥാനം ഇടുമ്പോഴാണ് സഭയ്ക്ക് സജീവത സാധ്യമായിട്ട് തീരുന്നത്. ദിസ് ഈസ് എ കൺസിസ്റ്റൻറ്റ്, കണ്ടിന്യൂസ് ആൻഡ് ഗ്രോയിങ് റിലേഷൻഷിപ്പ്. വിശുദ്ധ അഗസ്റ്റീൻ പ്രകാരം എഴുതി, അവർ ഹാർട്ട്സ് ആർ റെസ്റ്റ്ലെസ് അൻറ്റിൽ ദേ റെസ്റ്റ് ഇൻ യു ഓ ലോർഡ്. കർത്താവെ, നിന്നിൽ വിശ്രമിക്കുന്നത് വരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമായിരിക്കും. ക്രിസ്തുവിൽ വസിക്കുമ്പോൾ മാത്രമേ പ്രതിസന്ധികളിൽ സമാധാനം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടാത്തതൊന്നും സ്ഥായിയായിട്ട് നിലനിൽക്കുകയില്ല. ഈ ലോകത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ തകർന്നു പോകുവാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. ഈ ഇടവയുടെ വളർച്ച പിന്നിട്ട 5 പതിറ്റാണ്ടുകളിൽ സാധ്യമായത് ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട ജീവിത മാതൃകകളാണ്. ഇതിൻ്റെ സ്ഥാപക നേതാക്കൾക്ക് അത് കൃത്യമായി അടയാളപ്പെടുത്തുവാൻ സാധിക്കും. ചെറിയ ആരംഭത്തിലൂടെ വെല്ലുവിളികളെ അതത് കാലങ്ങളിൽ അതിജീവിച്ചു. പ്രാർത്ഥന, വചനത്തിൻ്റെ പങ്കിടൽ, കൂട്ടായ്മ എന്നിവയിലൂടെ ക്രിസ്തുവിൽ തങ്ങളുടെ ലക്ഷ്യവും ശക്തിയും അവർ കണ്ടെത്തി. ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട അവരുടെ ജീവിതം ഇടവയുടെ ഭാവിയിലേക്കുള്ള വളർച്ചയ്ക്ക് അടിത്തറ പാകുകയത്രേ ചെയ്തത്. ദൈവശാസ്ത്രജ്ഞനായിട്ടുള്ള ഹെൻറി ന്യൂവൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ മുറിവുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിന് പകരം അവയെ അതിജീവിക്കുക എന്നതാണ് ഏറ്റവും വലുതായിട്ടുള്ള വെല്ലുവിളി. അത് ഓരോ നിമിഷവും യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക എന്നതാണ്. നമ്മളുടെ മുറിവുകളിലൂടെ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ടിടയാകണം. തിരക്കുകളുടെയും ആത്മീയ അപജയത്തിൻ്റെയും ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൽ വസിക്കുക എന്നത് പല കാരണങ്ങളാൽ മന്ദഗതിയിലായിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു.
ദൈവത്തിനെ കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും വചനത്തിൽ നിന്നും കൂദാശകളിൽ നിന്നും ആത്മീയ പരിപോഷണം സ്വീകരിക്കുവാനും സാധിക്കാത്ത വിധം ഇന്ന് നമ്മളുടെ ശീലങ്ങളും ജീവിത പരിസരങ്ങളും ഈ കാലയളവിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് എന്നത്ര ഞാൻ സൂചിപ്പിച്ചത്. ക്രിസ്തുവിൽ വസിക്കുന്ന ജീവിതാനുഭവത്തെ തിരിച്ചു പിടിക്കുവാനുള്ള ആഹ്വാനമാണ് ഇടവയുടെ സുവർണ ജൂബിലിയുടെ ഈ അവസരം നാം ഉൾക്കൊള്ളേണ്ടത്. സഭ ക്രിസ്തുവിൽ വസിക്കുമ്പോൾ അത് വെറുമൊരു സ്ഥാപനമല്ല, മറിച്ച് ഒരു ജീവനുള്ള ശരീരമായിട്ട് മാറുന്നു. അങ്ങനെയാണല്ലോ വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നാം എല്ലാവരും ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. 2, വിശ്വാസത്തിൽ നങ്കൂരമിടുക. കൊടുങ്കാറ്റുകളെ ചെറുക്കുന്നതിനായുള്ള ശക്തി ദൈവസന്നിധിയിൽ സംഭരിക്കുക. ആൻകേർഡ് ഇൻ ഫെയ്ത്ത്, ദ സ്ട്രെങ്ത് ടു വിസ്റ്റാൻഡ് സ്റ്റോംസ്. വിശ്വാസം ഒരു നങ്കൂരമാണ്. നമ്മെ പിന്നോട്ട് നിർത്താനല്ല, മറിച്ച് ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ നമ്മെ സ്ഥിരമായി നിലനിർത്താനാണ്. അനിശ്ചിതത്വങ്ങളുടെ എല്ലാം നടുവിൽ വിശ്വാസം സ്ഥിരത നൽകുന്നുവെന്ന് നങ്കൂരത്തിൻ്റെ പ്രതീകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ 5-18 കാലങ്ങളിലൂടെ ഈ ഇടവ ഒട്ടനവധി മാറ്റങ്ങൾക്ക് വിധേയമായി. വളർച്ചയുടെ പാതയിൽ വെല്ലുവിളികൾ ഏറെ ഏറ്റെടുത്തു. എന്നിട്ടും നിങ്ങൾ വിശ്വാസത്തിൽ വ്യതിചരിത്തില്ല. പേരുക്കട അമ്പലമുക്കിലെ 8 സെൻറ്റ് സ്ഥലത്ത് 1975 നിർമ്മിച്ച ആദ്യ ദേവാലയം പിന്നീട് 1989 കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളത്തക്കവണ്ണം വിശാലമായ ഈ ദേവാലയം, അതോടൊപ്പം പാരിഷ് ഹാളും ഇപ്പോൾ പള്ളിയുടെ മുഖവാരവും ജീരിയാട്രിക് സൗഹൃദ കവാടവും എല്ലാം സാധ്യമായിട്ട് തോന്നും. ഇനി ആഗ്രഹിക്കുന്നത് ഓഫീസ് കോംപ്ലക്സും പുതിയ പാസനേജും നിർമ്മിക്കുന്നതിനായിട്ടുള്ള ഒരു താല്പര്യമാണ്. ഇവയെല്ലാം സാധ്യമാക്കി തീർത്ത ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് വിശ്വാസ സമൂഹത്തിന് സാധ്യമായിട്ട് തീരട്ടെ. മാറ്റത്താൽ കുലുങ്ങുന്നതല്ല, കാരണം അതിൻ്റെ അടിത്തറ സാഹചര്യങ്ങളുടെ മാറുന്ന മണലിലല്ല, പിന്നെയോ ക്രിസ്തുവാന ഉറച്ച പാറയിലാണ് അടിസ്ഥാനമിട്ടിരിക്കുന്നത്. ഡിട്രിച്ച് ബോണോഫ്, ജർമ്മൻ തിയോളജിയൻ, പറയുകയുണ്ടായി, ഫെയ്ത്ത് ഈസ് ഓൺലി റിയൽ വെൻ ദർ ഈസ് ഒബീഡിയൻസ്, നെവർ വിത്തൗട്ട് ഇറ്റ്, ആൻഡ് ഫെയ്ത്ത് ഓൺലി ബിക്കംസ് ഫെയ്ത്ത് ഇൻ ദ ആക്ട് ഓഫ് ഒബീഡിയൻസ്. നിർമ്മാണ കാര്യങ്ങൾ മാത്രമല്ല, ഇടവയുടെ വൈവിധ്യമാർന്ന ശുശ്രൂഷകൾ, ആതുര സേവനം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാധുജന സഹായം ആദിയായവ, ഇതെല്ലാം ഈ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമാണല്ലോ. ഇതെല്ലാം നമ്മളുടെ വിശ്വാസത്തിൻ്റെ ബാഹ്യ പ്രതിഫലനമാണ്. സംശയങ്ങൾ പെരുകുകയും മൂല്യങ്ങൾ ഇല്ലാതാകുകയും ചെയ്യുന്ന ഇന്നത്തെ ലൗകിക കാലത്ത് സഭ വിശ്വാസത്തെ മുറുകെ പിടിക്കേണ്ടതായിട്ടുണ്ട്. വെറും വിശ്വാസമായിട്ടല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു ബോധ്യമായിട്ട് അതിനെ കാണണം. കോറി ടെൻ ബൂമിൻ്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. വിശ്വാസം അദൃശ്യമായത് കാണുന്നു, അവിശ്വസനീയമായത് വിശ്വസിക്കുന്നു, അസാധ്യമായത് സ്വീകരിക്കുന്നു. ഫെയ്ത്ത് സീസ് ദി ഇൻവിസിബിൾ, ബിലീവ്സ് ദി അൺബിലീവബിൾ ആൻഡ് റിസീവ്സ് ദി ഇമ്പോസിബിൾ. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നമ്മുടെ പ്രയാണം തുടരുവാൻ ഈ വജ്ര ജൂബിലി നമ്മെ ആഹ്വാനം ചെയ്യുന്നു. 3, ജീവിതം ഫലദായകമാക്കുക. ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട വിശ്വാസത്തിൻ്റെ തെളിവാണത്. ബെയറിംഗ് ഫ്രൂട്ട്, ദി എവിഡൻസ് ഓഫ് അബൈഡിങ് ഫെയ്ത്ത്. ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പറയുകയുണ്ടായി. നിലനിൽക്കുന്നതും നങ്കൂരമിടുന്നതുമായൊരു വിശ്വാസം അനിവാര്യമായതും ഇടവയുടെ സ്വഭാവത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും സമൂഹത്തിൽ നമുക്ക് ഫലം കായ്ക്കുവാണ്ടൊക്കെ ഇടയായിട്ട് തീരണം. യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിരർത്ഥകമാണ്. ഇടവയുടെ ജൂബിലി പദ്ധതികളായ സേവ് എ ഹാർട്ട്, വിദ്യാജ്യോതി, പഠന സഹായം, മംഗല്യനിധി, വിവാഹ സഹായം, ആരോഗ്യദീപം, വൈദ്യസഹായം, യുവജന സഖ്യത്തിൻ്റെ ഭവന സഹായം, സൺഡേ സ്കൂൾ മുതൽ സീനിയർ സിറ്റിസൻസ് ഫെലോഷിപ്പ് വരെയുള്ള വൈവിധ്യമാർന്ന ജൂബിലി പദ്ധതികൾ നിലനിൽക്കുന്നതും ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടതുമായ വിശ്വാസത്തിൻ്റെ ദൃശ്യ ആവിഷ്കാരങ്ങളാണ്. ഇവ കേവലം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ക്രിസ്തീയ ശിഷ്യത്വം നമ്മോട് അടിസ്ഥാനപ്പെടുന്ന ജീവിതത്തിൻ്റെ അടിസ്ഥാന ജീവിത ശൈലി തന്നെയാണ്.
മഹാനായ മിസ്സിയോളജിസ്റ്റ് ലെസ്ലി ന്യൂബിഗിൻ ഇപ്രകാരം എഴുതി, "The church is not meant to call men and women out of the world into a safe religious enclave, but to call them out in order to send them back as agents of God's kingship." സഭ വിശ്വാസികളെ ഈ ലോകത്തിൽ നിന്ന് സുരക്ഷിതമായൊരു മതപരമായ സ്ഥലത്തേക്ക് ക്ഷണിക്കുവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതല്ല, മറിച്ച് ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി ലോകത്തിലേക്ക് അയക്കുവാൻ തക്കവണ്ണം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പേരുക്കട എബനേസർ മാർത്തമ്മ ഇടവക ചെയ്തതും അതാണ്. ആരാധനയെ സാക്ഷ്യമായും വിശ്വാസത്തെ സേവനമായും പരിവർത്തനം ചെയ്തു. യുവജനസഖ്യമായും സേവികാ സംഘമായും ഇടമിഷനായും ഓരോ സംഘടനയും ദൈവരാജ്യത്തിനു വേണ്ടി ഫലം കായ്ക്കുന്ന പ്രവർത്തനങ്ങളാണ് നൽകിയിട്ടുള്ളത്, സംശയമില്ല. ഈ സേവന മനോഭാവം ഇടവയിലൂടെയും സംഘടനകളിലൂടെയും തുടരണം. സുവർണ ജൂബിലി കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ ഇവിടെ അവസാനിപ്പിക്കുക എന്നതല്ല, പിന്നെയോ നമ്മിലൂടെയും വരും തലമുറകളിലൂടെയും അത് തുടരുവാൻ തക്കവണ്ണം കൂടുതൽ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരണം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, "നിങ്ങൾ ഫലം കായ്ക്കുന്നതിനാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവെ മഹത്വപ്പെടുന്നു." പിന്നീട് പറയുന്നുണ്ട്, "നിങ്ങൾ അധികം ഫലം കായ്ക്കുന്നതിനാൽ സ്വർഗസ്ഥനായുള്ള എൻ്റെ പിതാവെ മഹത്വപ്പെടുന്നു." 4, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാക്കണം. വിശ്വാസത്തിൽ നങ്കൂരമിട്ട സഭയുടെ ഭാവി, അഡ്വാൻസിങ് ഇൻ മിഷൻ, ദ ഫ്യൂച്ചർ ഓഫ് ആൻ ആങ്കേർഡ് ചർച്ച്. ജൂബിലി കൃതജ്ഞതാ നിർഭരമായ തിരിഞ്ഞുനോട്ടം മാത്രമല്ല, പ്രതിബദ്ധതയോടെ മുന്നോട്ട് നോക്കാനും നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നങ്കൂരമിടുക എന്ന് പറയുന്നത് നിശ്ചലമായിട്ട് ഇരിക്കുന്നതിനായിട്ടുള്ളതല്ല, ദൗത്യത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും പുതിയ മേഖലകളിലേക്ക് മുന്നേറുവാൻ വേണ്ടത്ര ഒരുക്കമുള്ളവരായിരിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഫിലിപ്പിയർ 3:13-14 വാക്കുകളിൽ പറയുന്നത് പോലെ, "പിന്നിലുള്ളത് മറന്നും മുന്നിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായി ഞാൻ ലാക്കിലേക്ക് മുന്നേറുന്നു." ഇടവയുടെ ഭാവി ഉയർത്തെഴുന്നേറ്റ കർത്താവ് പരമേൽപ്പിച്ചതായുള്ള ദൗത്യം എത്രത്തോളം ധൈര്യത്തോടെ ഈ കാലഘട്ടത്തിൽ നാം നിർവഹിക്കുന്നു എന്നത് ആശ്രയിച്ചാണ് ഇത് ഇരിക്കുന്നത്. അന്തർമുഖികളായിട്ട് തീരാതെ, ഇൻട്രോവേർട്സായിട്ട് തീരാതെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക, സമകാലിക വെല്ലുവിളികളിൽ ഇടപെടുക, അടുത്ത തലമുറയെ വിശ്വാസത്തിൽ വളർത്തുക, ഇവയായിരിക്കണം ഇടവയുടെ ലക്ഷ്യം. കാൻറ്റർബറി മുൻ ആർച്ച് ബിഷപ്പ് വില്യം ടെമ്പിൾ ഇപ്രകാരം പറഞ്ഞു, അതിലെ അംഗങ്ങളല്ലാത്തവരുടെ പ്രയോജനത്തിനായി നിലനിൽക്കുന്ന ഒരേ ഒരു സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. ദ ചർച്ച് ഇസ് ദ ഓൺലി സൊസൈറ്റി that exist for the benefit of those who are not its members. ദൗത്യ നിർവഹണം, സാമൂഹ്യ ഉന്നമനം, ദൈവരാജ്യത്തിന് വ്യാപനം എന്നിവയിൽ നിങ്ങൾ ഇനിയും പുത്തൻ പദ്ധതികൾ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ഇടവ മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിൽ സഭയായിട്ട് തീരും. ബിക്കമിങ് ദ ചർച്ച്. കോൺറാഡ് റൈസർ, WCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കോൺറാഡ് റൈസർ എഴുതിയതായിട്ടുള്ളൊരു പുസ്തകത്തിൽ പറയുന്നത് തലക്കെട്ട് തന്നെ ബീയിങ് ദ ചർച്ച് ആൻഡ് ബിക്കമിങ് ദ ചർച്ച് എന്നതാണ്. നമ്മളെങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ വലിയൊരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഒരു സഭയായിട്ട് തീരുന്നത് എന്നത് ഗൗരവമായിട്ട് എടുക്കേണ്ടതായിട്ടൊരു വിഷയമാണ്. ക്രിസ്തു എവിടെ നിൽക്കുന്നുവോ അവിടെ നിൽക്കുകയും ലോകത്തിൽ അവൻ്റെ കൈകളായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക. സ്റ്റാൻഡിങ് വേർ ക്രൈസ്റ്റ് വുഡ് സ്റ്റാൻഡ്, സെർവിങ് ആസ് എ സ്റ്റാൻഡ്സ് ഇൻ ദ വേൾഡ്. അതാണ് ഈ കാലഘട്ടത്തിൽ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. വളരെയധികം സങ്കീർണമായുള്ളൊരു കാലഘട്ടത്തിലാണ് പ്രിയരെ നാം ജീവിക്കുന്നത്. കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിലുള്ള ഒരു ഇടവക എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ദൈവം ഒരു സവിശേഷമായുള്ള സ്ഥാനം നൽകിയിരിക്കുന്നു, എനിക്ക് സംശയമില്ല. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിഞ്ഞ് കർമ്മ നിരതരാകുന്നിടത്താണ് ജൂബിലി ഇടവയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആക്കം കൂട്ടുന്നത്. അതുകൊണ്ട് പ്രിയരെ, ഇടവയുടെ 50 വർഷം വെറും കാലചക്രത്തിൻ്റെ അളവുകൊണ്ടല്ല അളക്കേണ്ടത്, മറിച്ച് കൃപയുടെ സാക്ഷ്യമായിട്ട് നിലനിൽക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നിങ്ങൾ ഈ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഓർമ്മിക്കുക, ടു അബൈഡ് ഇൻ ക്രൈസ്റ്റ് ഈസ് ടു റിമെയിൻ ഫെയ്ത്ത്ഫുൾ ഇൻ കമ്മ്യൂണിയൻ. ടു ബി ആങ്കേർഡ് ഇൻ ഫെയ്ത്ത് ഈസ് ടു റിമെയിൻ ഫേം ഇൻ കൺവിക്ഷൻ. ടു ബെയർ ഫ്രൂട്ട് ഈസ് ടു റിമെയിൻ ആക്റ്റീവ് ഇൻ കമ്പാഷൻ. To advance in mission is to remain hopeful in vision. ഈ ജൂബിലി ക്രിസ്തുവിനോടുള്ള നമ്മുടെ എല്ലാവരുടെയും സ്നേഹത്തെ വീണ്ടും ജ്വലിപ്പിക്കട്ടെ. വിശ്വാസത്തിൽ
കൂട്ടായ്മ പുതുക്കപ്പെടുവാനിടയാകട്ടെ. ലോകത്തിലുള്ള ദൗത്യത്തെ തിരിച്ചറിഞ്ഞ് അത് കൂടുതൽ ഊർജ്ജസ്വലമാക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. സങ്കീർത്തനക്കാരൻ പ്രഖ്യാപിക്കുന്ന പോലെ യഹോവ ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 126-3 വാക്യം. ഇതുവരെയും കർത്താവ് നമ്മെ സഹായിച്ചു. എബനേസർ, ഇനിയും കർത്താവ് നമ്മെ സഹായിക്കും. Thus far the Lord has helped us, and henceforth the Lord will lead us into the future. ക്രിസ്തുവിൽ വസിച്ചും വിശ്വാസത്തിൽ ഉറച്ചും സ്നേഹത്തിൽ സമൃദ്ധമായും പ്രവർത്തനങ്ങളിൽ ഫലദായകമായും പേരുക്കട എബനേസർ മാർത്തമ ഇടവക വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ഒരു ദീപസ്തംഭമായിട്ട് ഇനിയും തുടരുവാൻ ദൈവം കൃപ നൽകട്ടെ. അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്നത് സഭയുടെ നാമത്തിൽ ഞാൻ ഈ അവസരം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവരോടും കൂടി ഇരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ വാലിഡേറ്ററി ഫംഗ്ഷന് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.